നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. ഗൾഫ് റൗണ്ട് അപ്പ്. യമൻ പൗരനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം 16-ന് നടപ്പാക്കും. യമനിലെ ജയിലിൽ വെച്ചാകും ശിക്ഷ നടപ്പാക്കുക. ഇത് സംബന്ധിച്ച നോട്ടീസ് പബ്ലിക് പ്രോസിക്യൂട്ടർ ജയിൽ അധികൃതർക്ക് കൈമാറി. ട്രാവൽ ടൂറിസം മേഖലയിൽ ദുബായ് ഈ വർഷം പ്രതീക്ഷിക്കുന്നത് റെക്കോർഡ് തൊഴിലവസരങ്ങൾ. വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിലാണ് ഇക്കാര്യം അറിയിച്ചത്. 26,400 തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്ന് WTTC വ്യക്തമാക്കി. ഈ വർഷം ദേശീയ സമ്പദ് വ്യവസ്ഥയിലേക്ക് GDP ട്രാവൽ ടൂറിസം മേഖലയിൽ 26,750 കോടി ദിർഹം സംഭാവന ചെയ്യും. GDPയുടെ 12.9%മാണിതെന്നും WTTCയുടെ വിലയിരുത്തൽ വ്യക്തമാക്കുന്നു. ഒമാനിൽ ഡ്രോൺ ഉപയോഗിക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി. ആവശ്യമായ ലൈസൻസ് നേടാതെയാണ് ഡ്രോൺ ഉപയോഗിക്കുന്നതെങ്കിൽ കനത്ത പിഴ ചുമത്തുമെന്നാണ് മുന്നറിയിപ്പ്. പെർമിറ്റുകൾ കൂടാതെ ഡ്രോണുകളുടെ പ്രവർത്തനവും നിരോധിത പ്രദേശങ്ങളിലുള്ള ഉപയോഗവും ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് CAA മുന്നറിയിപ്പ് നൽകിയത്. ഒമാനിലെ സലാലയിൽ മുങ്ങിയ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട ഇന്ത്യക്കാരെ നാട്ടിലേക്ക് അയച്ചു. 13 പേരെയാണ് ഇന്ത്യയിലേക്ക് അയച്ചതെന്ന് സലാലയിലെ കോൺസുലർ ഏജന്റ് ഡോക്ടർ K. സനാതനൻ അറിയിച്ചു. ഇതിൽ 4 മലയാളികളുണ്ട്. സലാല തീരത്തിന് തെക്കുകിഴക്കായി കഴിഞ്ഞ മാസം 21-നാണ് വാണിജ്യ കപ്പൽ മുങ്ങിയത്. കപ്പലിലുണ്ടായിരുന്ന 20 പേരെയും രക്ഷപ്പെടുത്തിയതായി ഒമാൻ മാരിടൈം സെക്യൂരിറ്റി സെന്റർ അറിയിച്ചിരുന്നു. അപകടത്തിൽ സൗദി പൗരൻ മരിച്ചതിനെ തുടർന്ന് നാട്ടിൽ വരാൻ കഴിയാതെ 6 വർഷമായി സൗദിയിൽ കുടുങ്ങിയ പടനിലം കണ്ണങ്കോട്ടുമ്മൽ ഷാജുവിന് ഒടുവിൽ മോചനം. റിയാദ് മുസാമിയ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നിർമ്മാണ കമ്പനിയിൽ ഡ്രൈവർ വിസയിലാണ് 2019 ഡിസംബറിൽ ഷാജു സൗദിയിലെത്തിയത്. ഷാജു ഓടിച്ച വാട്ടർ ട്രക്കും സൗദി പൗരന്റെ വാഹനവും ഇടിച്ച് സൗദി പൗരൻ മരിച്ചതോടെയാണ് ഷാജു കേസിൽപ്പെട്ടത്. സൗദി പൗരന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി 3 ലക്ഷം റിയാൽ നൽകാൻ കോടതി വിധിക്കുകയും ചെയ്തു. പകുതി തുക ഷാജു കണ്ടെത്തണമെന്നും ബാക്കി അടയ്ക്കാമെന്നുമായിരുന്നു കമ്പനിയുടെ നിലപാട്. 1.5 ലക്ഷം റിയാൽ അടയ്ക്കാത്തതിനാൽ ഷാജുവിന് കഴിഞ്ഞ 6 വർഷമായി നാട്ടിൽ വരാൻ പോലും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ റിയാദിലെ സാമൂഹ്യ പ്രവർത്തകൻ സിദ്ദിഖ് തവൂർ, ഗഫൂർ കൊയിലാണ്ടി എന്നിവരുടെ നേതൃത്വത്തിൽ കേസ് റീഓപ്പൺ ചെയ്തു. ഇവരുടെ ഇടപെടലിൽ മുഴുവൻ തുകയും ഷാജു ജോലി ചെയ്തിരുന്ന കമ്പനി അടയ്ക്കാൻ സന്നദ്ധമാണെന്ന് അറിയിക്കുകയും ചെയ്തതോടെയാണ് നാട്ടിലേക്ക് വരാൻ അവസരം ലഭിച്ചത്. ദുബായിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദേശ വിദ്യാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ പേർ ഇന്ത്യക്കാരാണെന്ന് ദുബായ് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി. 2024-25 അക്കാദമിക് വർഷങ്ങളിൽ ദുബായിലെ സ്വകാര്യ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദേശ വിദ്യാർത്ഥികളിൽ 43% ഇന്ത്യക്കാരാണ്. റഷ്യ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ 60% വീതവും ചൈനക്കാർ 4%, കസാഖിസ്ഥാനിൽ നിന്നുള്ളവർ 3%. ഒമാനിലെ വിസ കാലാവധി കഴിഞ്ഞ പ്രവാസികൾക്ക് പിഴകളില്ലാതെ കരാർ പുതുക്കാനുള്ള സമയപരിധി ജൂലൈ 31-ന് അവസാനിക്കുമെന്ന് ഓർമ്മപ്പെടുത്തി തൊഴിൽ മന്ത്രാലയം. തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുന്നതിനായി ജനുവരിയിലാണ് മന്ത്രാലയം സംരംഭത്തിന് തുടക്കമിട്ടത്. 7 വർഷത്തിൽ കൂടുതലായുള്ള പിഴകളാണ് ഒഴിവാക്കി നൽകുക. തൃശൂർ ചേർപ്പ് സ്വദേശിയും ബംഗളൂരുവിൽ സ്ഥിര താമസക്കാരനുമായ വെള്ളന്നൂർ സന്തോഷ് കുമാർ ഖത്തറിൽ വാഹനാപകടത്തിൽ മരിച്ചു. അൽഖോറിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിലാണ് മരണം. ഇന്നലെ ഉച്ചയോടെയായിരുന്നു അപകടം. 52 വയസ്സായിരുന്നു. ഖത്തറിലെ അൽ ഹബാരി ട്രേഡിംഗ് കമ്പനിയിലെ ജീവനക്കാരനാണ്. പിതാവ് ഭാസ്കർ, മാതാവ് പത്മിനി, ഭാര്യ ജയന്തി, 2 പെൺമക്കളുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് KMCC അൽ ഹിസാൻ മയ്യത്ത് പരിപാലന കമ്മിറ്റി അറിയിച്ചു. മുൻ പ്രവാസികളായ വിദഗ്ധ തൊഴിലാളികളുടെ സേവനം സംസ്ഥാനത്ത് ഉപയോഗിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ച് UAE-ലെ സാമ്പത്തിക വിദഗ്ധൻ KV ഷംസുദ്ദീനാണ് കത്തയച്ചത്. അതിനായി ജില്ലകൾ തോറും സേവന കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. തുടർ നടപടികൾക്കായി വിഷയം ലേബർ കമ്മീഷണർക്ക് കൈമാറുകയാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മറുപടി നൽകി. വേനൽ കടുത്തതോടെ ഡെലിവറി ജീവനക്കാർക്ക് ആശ്വാസം പകരാൻ ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി RTA രംഗത്ത്. നഗരത്തിലെ പ്രധാന ബസ്, മെട്രോ സ്റ്റേഷനുകൾക്ക് സമീപം 15 പുതിയ എയർ കണ്ടീഷൻ ചെയ്ത വിശ്രമ കേന്ദ്രങ്ങൾ കൂടി സജ്ജീകരിച്ചു. അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജ് രജിസ്ട്രേഷൻ ആരംഭിച്ചു. ജൂലൈ 31 വരെയാണ് രജിസ്ട്രേഷനുള്ള സമയം. കുറഞ്ഞ ദിവസത്തേക്കുള്ള ഹജ്ജ് പാക്കേജും ഇത്തവണ ലഭ്യമാക്കിയിട്ടുണ്ട്. പൂർണ്ണമായും ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ www.hajjcommittee.gov.in എന്ന വെബ്സൈറ്റ് വഴിയും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ kerala-hajj-committee.org എന്ന വെബ്സൈറ്റ് വഴിയും അപേക്ഷകൾ സമർപ്പിക്കാം. ഹജ്ജ് സുവിധ മൊബൈൽ ആപ്ലിക്കേഷൻസ് വഴിയും അപേക്ഷിക്കാനാവും. 2026 ഡിസംബർ 31 വരെ കാലാവധിയുള്ള പാസ്പോർട്ട് നിർബന്ധമാണ്. ന്യൂസ് ഡെസ്ക്, നമസ്തേ തിരുവനന്തപുരം.